പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ CDS 8ാം വാർഡിലെ പുന്നാമ്പറമ്പ് ADSലെ ഭാഗ്യശ്രീ അയൽക്കൂട്ടം രൂപീകരിച്ചത് 2002-ലാണ്. നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. അയൽക്കൂട്ട യോഗങ്ങൾ ആഴ്ചയിൽ ഓരോ അംഗങ്ങളുടെയും വീട്ടിൽ മാറി മാറി ചേരുന്നതിലൂടെ അവരുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ 23 വർഷമായി അയൽക്കൂട്ടം തുടങ്ങിയിട്ട് തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഈ അയൽക്കൂട്ടത്തേക്ക് വരാൻ തന്നെ എല്ലാവർക്കും ഒരു മടിയുള്ളൊരു ഇതാണ് കണ്ടത്. പിന്നെ ഓരോരുത്തരും ഈ അയൽക്കൂട്ടത്തിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മുടെ കയ്യിലില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ അയൽക്കൂട്ടം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. 15 അംഗങ്ങളും ഓരോ തരത്തിൽ സൂക്ഷ്മ സംരംഭങ്ങൾ വഴി ഉപജീവനം നടത്തുന്നവരാണ്. ഓരോരുത്തരുടെയും സമ്പാദ്യം 40,000 രൂപയാണ്. അയൽക്കൂട്ടത്തിൽ 8 സംരംഭങ്ങൾ, ഒരു JLG ഗ്രൂപ്പ്, വയോജന അയൽക്കൂട്ടം, ബാലസഭ, ഓക്സിലറി അംഗങ്ങൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു റിവോൾവിംഗ് ഫണ്ട് കിട്ടിയത് വെച്ചിട്ട് ഒരു ചേന കൃഷിയാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അതിൽ കിട്ടിയ ലാഭം വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും കൃഷി ഒന്ന് പുരോഗമിപ്പിച്ചു. ഓണം, വിഷു, തിരുവാതിര, ന്യൂ ഇയർ തുടങ്ങിയ ദിവസങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയും ബാലസഭ, വയോജന അംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നു. വയോജനങ്ങൾക്ക് ഓണക്കോടി, ഭക്ഷ്യക്കിറ്റ് എന്നിവയും പാലിയേറ്റീവ് സഹായങ്ങളും നൽകുന്നു. ഞങ്ങളുടെ അയൽക്കൂട്ടത്തിന് സംസ്ഥാനത്തിലെ 2ാം സമ്മാനം കിട്ടിയതിന് സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് ഓണം, വിഷു കാര്യങ്ങളിൽ വേണ്ട പ്രോത്സാഹനങ്ങളും ഓണക്കിറ്റുകളും പലതും അവർ ചെയ്തു തരുന്നുണ്ട്. അത് സന്തോഷിക്കുന്നു. മുറ്റത്തെ മുല്ല എന്ന പദ്ധതിയിലൂടെ 20 ലക്ഷം രൂപ ഏറ്റെടുത്ത് നടത്തുന്നതിലൂടെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് വരുമാനവും അയൽക്കൂട്ട പ്രദേശം വട്ടിപ്പലിശക്കാർക്ക് നിരോധിത പ്രദേശവുമാണ്. മുറ്റത്തെ മുല്ല എന്നുള്ളൊരു സംരംഭം ഞങ്ങൾ ചെയ്യുക കാരണം കൊണ്ട് ഈ പ്രദേശത്തുള്ള വട്ടിപ്പലിശക്കാർ വന്നിട്ട് പൈസ കൊടുക്കലും കാര്യങ്ങൾ അതൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതുവരേക്ക് ഇപ്പം 3 കോടി ഉറുപ്പിയോളായി വായ്പ കൊടുത്തു തുടങ്ങി. എല്ലാ അംഗങ്ങൾക്കും സ്വന്തമായ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ അവർക്ക് അത് അവരുടെ കുടുംബത്തിനും എല്ലാം നല്ലൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി സംരംഭങ്ങൾ ആ കുടുംബശ്രീയുടെ കീഴിലുണ്ട്. നമുക്ക് ഇവിടെ അയൽക്കൂട്ടത്തിൻ്റെ മാതൃകയായിട്ട് CDSൽ പെട്ടെന്നൊരു അയൽക്കൂട്ടത്തെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ നമ്മൾ ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തിനെയാണ് വിളിക്കാറുള്ളത്. പ്രദേശങ്ങൾ 3 മാസത്തിലൊരിക്കൽ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് പെറുക്കി ഹരിതസേനയ്ക്ക് കൈമാറുന്ന പ്രവർത്തനം നടത്താറുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ ഞങ്ങളുടെ ചേച്ചിയുടെ കടയിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഇനി ഞങ്ങളുടെ ഭാവി പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെല്ല് കൃഷി ചെയ്യണമെന്നാണ്. എൻ്റെ വാർഡിൽ രൂപീകരിച്ച് പ്രവർത്തിച്ചതാണ്. അതും ഞാൻ CDS മെമ്പറും CDS ചെയർപേഴ്സണൊക്കെ ആകുമ്പോൾ രൂപീകരിച്ച ഒരു അയൽക്കൂട്ടം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ആ അയൽക്കൂട്ടത്തിന് 2ാം സ്ഥാനം കിട്ടുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു. ആ അയൽക്കൂട്ടത്തിൽ എല്ലാവരും 23 വർഷമായിട്ട് നല്ല രീതിയിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് പോകുന്നത്. എല്ലാവർക്കും തൊഴിൽ സംരംഭങ്ങളുണ്ട്. കൃഷിക്കായി സ്ഥലം കണ്ടെത്തുകയും നെല്ല്, വാഴ എന്നിവ കൃഷി ചെയ്യുകയും ചെയ്യും. അയൽക്കൂട്ട പ്രദേശത്തെ ഓക്സിലറി അംഗങ്ങളെ നിലനിർത്തുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഞങ്ങളുടെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഫ്ലൈറ്റിലൊന്ന് കാരണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്ക് ഉള്ളത്. നടത്താനുള്ളൊരു ശ്രമത്തിലാണ് ഞങ്ങൾ. കൂട്ടായ്മയുടെ ശക്തിയും ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളും ഈ അയൽക്കൂട്ടത്തെ ഒരു മാതൃകാ അയൽക്കൂട്ടമാക്കി മാറ്റുന്നു. വരും തലമുറയെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങളും ഭാഗ്യശ്രീ അയൽക്കൂട്ടത്തെ ഒരു മാതൃകാ അയൽക്കൂട്ടമാക്കി മാറ്റുന്നു.